ഈശോയുടെ പാർശ്വത്തിൽ കുത്തിയ കുന്തത്തിൻ്റെ തിരുശേഷിപ്പ് വത്തിക്കാനിൽ നോമ്പുകാല വണക്കത്തിനായി തുറന്നു. ആഘോഷമായ ചടങ്ങുകളോടെയാണ് തിരുശേഷിപ്പ് വണക്കത്തിനായി തുറന്നത്. ഈശോയുടെ വിലാവിൽ കുന്തം കൊണ്ട് കുത്തിയ പടയാളിയെ റോമിലെ പ്രാദേശിക സഭയിൽ പ്രത്യേകമായ വിധത്തിൽ വണങ്ങുന്നുണ്ട്. ലോംഗിനൂസ് എന്നായിരുന്നു ആ പടയാളിയുടെ പേര് എന്ന് പാരമ്പര്യം പറയുന്നു. ഈശോയുടെ വിലാവ് കുത്തിത്തുറക്കാൻ ഉപയോഗിച്ച കുന്തം ലോംഗിനൂസിൻ്റെ കുന്തം എന്നാണ് അറിയപ്പെടുന്നത്. ആ സംഭവം ക്രൈസ്തവ പാരമ്പര്യത്തിൽ ചെറുതല്ലാത്ത ഒരു സ്ഥാനം വഹിക്കുന്നുണ്ട്. ക്രൈസ്തവ പാരമ്പര്യമനുസരിച്ച് ആ കുന്തത്തിൻ്റെ തിരുശേഷിപ്പ് വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷമാണ് ഈ സംഭവത്തിൻ്റെ സൂചന ബൈബിളിൽ നൽകുന്നത്. ഒരു റോമൻ പടയാളി ഈശോയുടെ മരണം ഉറപ്പാക്കാനായി അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി എന്ന് യോഹന്നാൻ 19:34 പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്ന ആ റോമൻ പടയാളി ലോംഗിനൂസ് ആണെന്ന് പരമ്പരാഗതമായി വിശ്വസിച്ചു പോരുന്നു. പരമ്പരാഗതമായി മാർച്ച് 15-ാം തീയതിയാണ് വിശുദ്ധ ലോംഗിനൂസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. എന്നാൽ റോമിലെ രക്തസാക്ഷി ചരിത്രത്തിൽ ഒക്ടോബർ 16-ാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ തിരുനാൾ. വത്തിക്കാനിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന രൂപം നിർമ്മിച്ചത് ജിയാൻ ലോറൻസോ ബെർണിനിയാണ്.